വർഷം മുമ്പ് മേഖലയെ വിവാഹം ചെയ്ത ചിറ്റൂർ സ്വദേശി ശിവദാസ് കഴിഞ്ഞ 4 മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പോയി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ശിവദാസ് മേഖലയിൽ നിന്നും അകലുകയാണ്. കഴിഞ്ഞ 3 മാസമായി താനുമായി പിണങ്ങിയിരിക്കുന്ന മരുമകന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് കുമാരസ്വാമി പ്രവാസ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മകള് വന്നില്ലേ മേഖല? അതെന്താ പറഞ്ഞു? അവള് ഒരിക്കൽ പ്രശ്നമായി വന്നിട്ട് വിഷം കഴിച്ചു. അല്ല ഇവിടെ വരാഞ്ഞെന്തേ? അല്ല, അപ്പോൾ നമ്മൾ ഒരുപാട് എന്തെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ അതാവുമല്ലോ എന്ന് വെച്ചിട്ട്. എത്ര വയസ്സായി മേഖലക്ക്? 22ാമത്തെ വയസ്സ്. ഇയാള് പിന്നെ ഒരു വിവരമില്ല, ഇയാളെ ഭർത്താവ്? മക്കളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 4 മാസവും 14 ദിവസവും ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചിറ്റൂര്. അയാൾക്ക് എന്താ പണി? അവിടെ ദുബായിലാണ്, വർക്ക്ഷോപ്പാണെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തത്. അതിനുശേഷം പിന്നെ അവിടെ പോയ ശേഷം മുമ്പ് ഒക്കെ പോയിട്ട് വന്നതാണ്. അല്ലല്ല, അതൊന്നുമില്ല. അത് എൻ്റെ അമ്മയുടെ നാട് അവിടെയാണ്, ചിറ്റൂര്. അത് കാരണം അങ്ങനത്തെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. ഇയാള് ഈ കുട്ടിയോട് അകൽച്ച കാണിക്കുന്നത് എന്തുകൊണ്ടാ? അതിന് കുറെ സ്വർണം പിന്നെ അവൾക്ക് 30 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി വാങ്ങിക്കാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട് തേപ്പാണെന്ന് പറഞ്ഞാൽ വീടും പെരപ്പണിയും കല്യാണവും ഒപ്പമായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ച് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിന് വേണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഞാനൊരു 50,000 രൂപ ശരിയാക്കി കൊടുത്തു. നിങ്ങൾക്ക് എന്താ പണി? ഞാനൊരു AVP ലിമിറ്റഡ് കമ്പനിയിലാണ്, ആര്യവൈദ്യ ഫാർമസി. അതിൽ ലോണിൽ തന്നെയാണ് എല്ലാം. ഞാൻ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലോണിൽ അത് ഇപ്പം ഞാൻ പിന്നെ അത് അങ്ങനെ ഈ വിഷം കഴിച്ച കാരണം, മോള് വിഷം കഴിച്ച കാരണം അത് കേസായിപ്പോയി. കേസായിട്ട് കേസിൽ നമുക്ക് ഓർഡർ കിട്ടുന്നതിന് മുഴുവൻ ഈ ശിവദാസിൻ്റെ പേരിക്കാണ് വരുന്നുള്ളൂ, വീട്ടുകാരുടെ പേരിക്കൊന്നും അത് വരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരനില്ലാതെ കാരണം നമുക്കൊരു ഓർഡറും ശരിയായി കിട്ടുന്നില്ല. വക്കീലുമാർ മുഴുവനും MLA MP അവരോടൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എംബസി മുഖാന്തരം തന്നെ നിങ്ങൾ ഇവിടെ പ്രവാസ ലോകത്തിലേക്ക് പോയി വേണ്ട കൈകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, MP-ക്ക് ഒരു കത്ത് കൊടുക്കണം. ഇയാളിങ്ങനെ എൻ്റെ മകളെ കബളിപ്പിച്ചിട്ട് പോയിട്ട് ഇനിയിപ്പോൾ അയാളെ വേണ്ട നമുക്ക്, അല്ലേ? ഇനി നമുക്ക് അയാളെ അയാൾക്ക് ആവശ്യമുണ്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പഴയതുപോലെ സ്വീകരിക്കട്ടെ. അല്ലെങ്കിൽ മകളുടെ അവസ്ഥ എന്താ? മകൾക്ക് വേണം തന്നെയാണ്, മകള് ഇഷ്ടം തന്നെയാ പറയണത്. അപ്പൊ ശിവദാസനെ നമ്മളെങ്ങനെയും ശിവദാസൻ വേറെ തെറ്റൊന്നുമില്ലല്ലോ. ഇതല്ല, അവിടെ എല്ലാം ചോദിച്ചാലും ഇത് തന്നെയാണ് കാരണമുള്ളൂ. പിന്നെ സംശയങ്ങൾ ഇത്തിരി കൂടുതൽ. ആർക്ക്? ശിവദാസൻ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മക്കളെ ആരെങ്കിലും കൂടെ പോവുക വരിക എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെ അമ്മാവിൻ്റെ മക്കളുടെ കൂടെ എന്തെങ്കിലും പോവുക വരിക ചെയ്താൽ അപ്പോഴും സംശയം തന്നെയാണ്. ഏതും ചെറിയ ചെറിയ പ്രശ്നത്തിനൊക്കെ പ്രശ്നം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് കൂടെ അമ്മയാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് ഈ മോനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ശിവദാസൻ സൗദിയിലുണ്ട്. അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശിവദാസൻ കല്യാണം കഴിച്ചു, 2 കൂട്ടരും തരക്കടില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആ കുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ വരെ നോക്കി. അതൊരു വലിയ സീരിയസ് ഇഷ്യൂയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി വരാൻ തയ്യാറുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി ശിവദാസനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയൊക്കെ ചെയ്യില്ലേ ശിവദാസ? അതൊക്കെ വേറൊരു നിലയിൽ മനസ്സുകൊണ്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അവർ നിങ്ങളുമായി സഹകരിച്ച് പോകാൻ തയ്യാറാണ്. നിങ്ങളും അതിന് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തയ്യാറായില്ലെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ അവരുടെ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കണം, അല്ലേ? അതിനുള്ള ശിക്ഷ നടപടികൾ നിങ്ങൾക്ക് എന്തായാലും ആ നിലയിൽ നിങ്ങളെ ഏതെങ്കിലും അവർ വിടാൻ പോകുന്നില്ല, നാടും വിടാൻ പോകുന്നില്ല. അപ്പോൾ അത് വേണ്ട, നല്ല നിലയിൽ പോലല്ലേ നല്ലത്. വിവാഹം കഴിച്ചു, പിന്നെ ഇനി വേറെ വിവാഹം കഴിച്ചാൽ ഇതിലും മോശമായിട്ട് പെണ്ണാവുന്നതെന്ന് വെച്ചെങ്കിലോ, ഇതിപ്പോൾ അവരൊരു കുഴപ്പമില്ല. വേറെ ഒരു സ്ത്രീ വന്നാലും നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിക്കൂടെ?
അപ്പോൾ സംശയം എന്ന് പറയുന്നത് ഒരു തരം മനോരോഗമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നിലയിൽ ഭാര്യയുമായി സ്നേഹിച്ച് കഴിയലാണ് ഉചിതമായി തോന്നുന്നത്. പ്രവാസ ലോകത്തിൽ വന്നത് നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഞങ്ങളും പറയുന്നത് ശിവദാസനും ഭാര്യയും നല്ല നിലയിൽ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് കഴിഞ്ഞ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നിക്കലാണ് നല്ലത്. അതിന് വീട്ടുകാരും ശിവദാസൻ്റെ വീട്ടുകാരും സഹായിക്കണം എന്നുള്ളതാണ്. മനുഷ്യരല്ലേ, ചിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞതൊക്കെ മറക്കുക, നല്ല നിലയിൽ ഒന്നിച്ചു പോകാനാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി. എനിക്ക് ഇനി താഴെയും 2 പെൺകുട്ടികളാണ് സാർ. മനസ്സിലായി. അപ്പോൾ അത് കാരണം എനിക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ 3 വർഷമായി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പിന്നെയും മാറി ഇങ്ങനെ നിന്നത്. ഇതിപ്പോൾ ഇതിനെ എനിക്ക് ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇല്ല ഇതിനൊരു വഴി ഉണ്ടാവുന്ന എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നെ പ്രവാസി ലോകം. നമസ്കാരം.